4 തരം ഇലക്കറികളിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചീരയാണ്. ഇത് കറിവേപ്പിൻ്റെ തണ്ട് പോലെ ചെടിയുടെ തൈയിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ് ചെയ്യുക. ഇത് ഒരു പ്രത്യേക മണമാണ് ഇതിന്. ഒരു എന്താ പറയുക, എല്ലാവരും ആകർഷിപ്പിക്കുന്ന ഒരു മണമാണ് ഇതിന്. നല്ല ടേസ്റ്റുമാണ്. രണ്ടാമത് കൊടുത്തൂവ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് കയ്യിൽ തട്ടിയാൽ നല്ലോണം ചൊറിയും. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇത് പിടിച്ചിരിക്കുകയാണ്. പിന്നെ കുറേ നേരത്തേക്ക് അത് അങ്ങനെ തന്നെ തുടരും. അമ്മമ്മേൻ്റെ എല്ലാം ഭാഷയിൽ പറഞ്ഞാൽ കൊടുത്ത ചപ്പ് എന്ന് പറയും. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ്. പക്ഷേ അധികാരം റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല, ചൊറിയുന്നത് കൊണ്ട് തന്നെ. പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തവരച്ചീര എന്ന് പറയും. ഇതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇല തന്നെയാണ്. ഇലക്കറികളെല്ലാം തന്നെ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിളർച്ച തടയാൻ സഹായിക്കുന്ന ഇത് കോവലിൻ്റെ ഇലയാണ്. ഇതും കുറച്ചധികം ഉണ്ട്. ഈ 4 തരം ഇലകളും കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്നൊരു വറവ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണൂർ ഭാഷയിൽ വറവ് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലോ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഇലകളാണ് ഞാനിപ്പോൾ എൻ്റെ തൊടിയിൽ നിന്നും പറിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇലക്കറികളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ധാരാളം ഇരുമ്പ് സത്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ മഴക്കാലം എന്നല്ല, കിട്ടുന്ന എല്ലാ സമയത്തും ഇലക്കറികളെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും എന്നാണ് പറയുക. അതാണ് സത്യം. പണ്ട് കാലത്ത് എല്ലാവരും ഇങ്ങനെ മഴക്കാലം വരുന്ന സമയത്ത് 10 തരം ഇലക്കറികൾ കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 10 തരം ഇല്ല എങ്കിലും നമ്മൾക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോ 3-4 എണ്ണെങ്കിലും നമ്മൾക്ക് സംഘടിപ്പിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഇല്ല എങ്കിലും നമ്മൾക്ക് പരമാവധി കിട്ടുന്ന അത്രയും കാര്യങ്ങൾ നമ്മളുടെ പ്രകൃതിയിലുള്ളത് ഉപയോഗപ്പെടുത്തുക. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്രയും ഇലകൾ പരിചയപ്പെടുത്തുന്നത്. ഇനി ഈ എല്ലാ ഇലകളും കൂടി നമ്മൾക്ക് നല്ല വൃത്തിയിൽ കഴുകി എടുക്കണം. ഞാനിത് അധികവും ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാ ഇലകളുടെയും മിക്സായിട്ടുള്ള ഒരു മണം വരുന്ന സമയത്ത് ഭയങ്കര സ്വാദായിരിക്കും. ഈ എല്ലാ ഇലകളും കൂടിയിട്ട് ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ പിന്നെ ഈ ഇലകൾ നിങ്ങൾ തേടിപ്പോവും എവിടെയാണുള്ളതെന്ന്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ്, ഹെൽത്തിയും ആണ്. ഒന്നുകൂടി പറയട്ടെ, ഈ കൊടുത്തൂവ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ചൊറിയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ധൈര്യത്തിൽ ഉപയോഗിച്ചോളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലക്കറിയാണ്. എല്ലാം ചേർത്ത ഒരു വറവ് എന്ന് ഞാൻ പറയുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് വറവെന്ന് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല. ചില നാട്ടിൽ വറവിന് തോരൻ എന്നാണ് പറയൽ. ഇന്നലെ സമയം കിട്ടിയപ്പോൾ ഞാൻ ഈ ഇലക്കറികളൊക്കെ പറിച്ച് വെച്ചതാണ്. ഇത് ഒരു ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു ചെയ്തത്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഫ്രീ ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം രാവിലെ ഒരു തിരക്കാണ്. വീട്ടിൽ ചോറ്, കറി, അതുപോലെയുള്ള 2 നേരത്തേക്കുള്ള എല്ലാ ഫുഡും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്കിത് പറിക്കാൻ പോകാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തലേന്ന് ഫ്രീ ടൈമിൽ പറിച്ചു വെക്കുക. ഇനിയിപ്പോൾ ഇത് ഓരോ ഇലയായിട്ട് നോക്കി അതിൻ്റെ അകത്ത് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് കഴുകിയെടുക്കാം. ഇന്നലെ പറിച്ച പാടെ ഒന്ന് എല്ലായിടത്തും ക്ലീൻ ചെയ്തതാണ്. എന്നാലും ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാം ഇപ്പോൾ നടത്തുന്നത്. ഈ ചീര മാത്രമാണ് ഇനി തണ്ടിൽ നിന്നും ഉതിർത്തെടുക്കേണ്ടത്. ബാക്കിയെല്ലാം കഴുകിയെടുത്താൽ മാത്രം മതി. ഞാനിത് തണ്ടിൽ നിന്നും ഉതിർത്തെടുത്തിട്ടുണ്ട്. ഇലകളൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മൾക്കിത് കട്ട് ചെയ്യാൻ പോവാം. ഞാനെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞു. ഇതിലേക്ക് അല്പം തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത്
മിക്സ് ചെയ്തെടുത്തതാണ്. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് അധികം തേങ്ങ ഇലക്കറികൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇത്രയും അളവിൽ ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കട്ട് ചെയ്തിടണം. ഇത് നമ്മൾ കടുക് വറുത്തിരുന്ന ആ സമയത്താണ് ഉള്ളിയും പച്ചമുളകും ചേർക്കുന്നത്. എന്നിട്ട് വഴറ്റി ഏകദേശം ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. കടുക് പൊട്ടി വന്നു. ഇതിലേക്ക് ഉള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അധികം ഡാർക്ക് ആകണ്ട, ഏകദേശം ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇല ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം നമുക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ അടപ്പൊന്ന് മാറ്റാം. ഏകദേശം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 5-ാമതൊരു ഇലയായിട്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കറിവേപ്പും കൂടി ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓഫ് ചെയ്തു. സാവധാനം ഇനി ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഓക്കെ ആവും. നമ്മളുടെ തൊടിയിലുള്ള ഓരോ ഉപയോഗപ്രദമായിട്ടുള്ള ഇലക്കറികളും നമ്മൾ ഉണ്ടാക്കുക, കഴിക്കുക, ആരോഗ്യം നിലനിർത്തുക. അപ്പോൾ ഓക്കെ.